ദ ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം. ഇത് വർക്കായിട്ട് തന്നിരുന്നു ചെയ്യാൻ. ഓക്കെ, സോ ഒരു ഗ്രീക്ക് വേർഡാണ് ബ്രാക്കിസ്റ്റോക്രോൺ. ദാറ്റ് മീൻസ് ലീസ്റ്റ് ടൈം. ഓക്കെ, സോ ബെർണോളിയാണ് ഈ ഒരു പ്രോബ്ലം ഇങ്ങനൊരു പ്രോബ്ലം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബെർണോളിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ രണ്ട് പോയിൻറ്റ്സ്, സപ്പോസ് രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒറിജിനൽ പാത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പാത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, ഷോർട്ടസ്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ പാത്ത് എങ്ങനെയായിരിക്കും എന്ന്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഈ ഫ്രം പോയിൻ്റ് എ ടു പോയിൻ്റ് ബിയിലേക്ക് എങ്ങനെ എത്തും പാർട്ടിക്കിൾ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് പോലെ അല്ല, ഇത് ഷോർട്ടസ്റ്റ് ടൈമാണ്. അതാണ് ദ ബ്രാക്കിയോസ്റ്റോക്രോൺ പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ഫിഗർ. അതായത് ഫ്രം പോയിൻ്റ് 1 പോയിൻ്റ് 2ലേക്ക് എത്താൻ നമ്മളൊരു പാത്ത് ഉണ്ടായിരിക്കും, ഒരു ഒറിജിനൽ പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ പാർട്ടിക്കിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ് ഫ്രം 1 to 2 എത്തുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 1ൻ്റെ നേരെ അല്ല ഈ പോയിൻ്റ് 2 കിടക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്രീ ഫോളിങ് ബോഡി ആയിട്ട് നമുക്ക് അങ്ങനെ പ്രോബ്ലം ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എന്താണ്, ഈ അതായത് മുകളിലുള്ള ഹൈറ്റ്, ഞാൻ ഈ ഹൈറ്റ് ഇവിടെ ഹൈറ്റ് h ആണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ y ആക്സിലല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ y ആയിട്ട് ഈ ഹൈറ്റ് y ആയിട്ട് ഞാൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹൈറ്റ് y-ലിരിക്കുന്ന ഈ ഒരു പാർട്ടിക്കിള് എങ്ങനെയാണ് 2-ലെത്തുമ്പോൾ കറക്റ്റ് താഴെയല്ല പോയിൻ്റ് ഉള്ളത്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. v എന്ന് പറയുന്ന വെലോസിറ്റിയാണ് പാർട്ടിക്കിളിന് എന്ന് വിചാരിക്കുക. എക്സ് ആക്സിസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ y ആക്സിസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നത്തെ കേസിലൊക്കെ ഞാൻ അന്നത്തെ പറഞ്ഞ പോലെ ഫ്രീ ഫോളിങ് ബോഡിയൊക്കെ എന്താണ്, നമ്മൾ കൺസ്ട്രെയിൻസ് ഒന്നും കൺസിഡർ ചെയ്യണില്ലല്ലോ. പക്ഷേ കൺസ്ട്രെയിൻസ് കൂടെ കൺസിഡർ ചെയ്യണം. നമുക്കറിയാം എയർ ഫ്രിക്ഷൻ, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് സ്ട്രെയിറ്റ് ലൈൻ, പക്ഷേ ഷോർട്ടസ്റ്റ് ടൈം എന്താവണം എന്നില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു പാത്താണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ള പാത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു റാമ്പ് എന്ന് വെച്ചാൽ ഒരു റാമ്പ് കെട്ടുകയാണെന്നുണ്ടെങ്കിലും ഷോർട്ടസ്റ്റ് ടൈം കൊണ്ട് എത്തുന്ന ഒരു പാത്തായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. the particle is falling from rest, okay, under the influence of gravity. So it travels from a higher to lower point in the least time. So നമുക്ക് ആ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, which path the time taken is minimum. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ നമുക്ക് t ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ ഓഫ് എ ഫങ്ഷൻ ഓഫ് y ഡോട്ട് ആൻഡ് t. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രൽ യൂണിഫോം ഓർ കോൺസ്റ്റൻ്റ് ആവണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിരിക്കും, ടൈം ആയിരിക്കും. കാരണം ഷോർട്ടസ്റ്റ് ടൈമാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ആർക്ക് ലെങ്ത്ത്, ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ആർക്ക് ലെങ്ത്ത് ds ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് dsനെ എങ്ങനെ എഴുതാം, √dx² + dy² എന്ന് എഴുതാം. അതൊന്നും ഞാൻ എന്ത് ചെയ്തു, എനിക്ക് dsനെ √1 + dy/dx² ഇൻറ്റു dx, കാരണം dxനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ y ഡോട്ടാണ്. സോ ഞാനതിനെ 1 + y² ഇൻറ്റു dx എന്ന് എഴുതി, ds നമുക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെ വെലോസിറ്റി എന്താണ് നമ്മൾ കണ്ടില്ലേ, വെലോസിറ്റി v ഇങ്ങനെയാണ് ds/dt അല്ലേ. സോ അന്ന് എനിക്ക് എന്ത് ചെയ്താം, dt എന്ന് പറഞ്ഞാൽ ds/v ആയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ടൈം കിട്ടും, അതായത് ഫ്രം 1 to 2. സോ t12 is equal to integral from 1 to 2 ds/v. അപ്പോൾ നമ്മൾ ds ഓൾറെഡി നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് കാണണം, വിയുടെ എക്സ്പ്രഷൻ കാണണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, y is measured down from initial point of release. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ y, അപ്പോൾ ആ ഹൈറ്റ് y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി കൺസർവേഷൻ ഉപയോഗിക്കാം. അതായത് ½ mv² is equal to mgy. ഓക്കെ,
സോ ഇനീഷ്യൽ പോയിന്റിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കൈനറ്റിക് എനർജി മാത്രം, കാരണം അത് ഒരു അറ്റ് ഹൈറ്റിലിരിക്കുകയാണ്. അപ്പം അതിൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. ദാറ്റ് ഈസ് ഹാഫ് mv² ഈസ് ഈക്വൽ ടു ദെൻ അടുത്ത പോയിന്റിൽ എന്ത് മാത്രം mgy, കാരണം ഹൈറ്റ് y ആണ് എടുത്തത്. ഓക്കെ, അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇത് നമുക്ക് v² എന്ന് പറയുന്നത് 2gy ആയിട്ട് കിട്ടി. സോ v ഈസ് ഈക്വൽ ടു √2gy. സോ നമ്മൾ എന്ത് ചെയ്യുക, T12ൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഫ്രം 1 to 2 √1 + y² ഇൻറ്റു ഇവിടെ ഒരു dx ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻറ്റു dx ഉണ്ട്. ഓക്കെ, ഇവിടെ dx ഉണ്ട്, ഡിവൈഡഡ് ബൈ √2gy. ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രൽ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ f(y) ആൻഡ് അല്ലേ ടി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെ വൈൻ്റെയും y.ൻ്റെയും ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിനെ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിലത് √1 + y² ഡിവൈഡ് ബൈ √2gy ആയിരിക്കും. സോ ഐഡൻറ്റിഫൈ എഫ് ആസ് നമ്മുടെ ഫംഗ്ഷനെ √1 + y² ഡിവൈഡ് ബൈ 2gy. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ∂f/∂y. കാണാം, ∂f/∂y കാണാം. ദെൻ നമ്മുടെ ഓയിലർ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ∂f/∂y ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് √1 + y² ഡിവൈഡഡ് ബൈ √2g ഇൻറ്റു -1/2 ഇൻറ്റു y⁻³ അതായത് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഞാൻ ഡെറിവേറ്റീവ് കണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ദെൻ ∂f/∂y. കാരണം 1/√2g എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് തന്നെ. ദെൻ 1/√y ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു y അല്ലേ കാണുന്നത്. സോ നമുക്ക് 1/2√x, അപ്പോൾ 1/2 ഇൻറ്റു 1/√1 + y². ദെൻ y.ൻ്റെ ഡെറിവേറ്റീവ് 2y. അപ്പോൾ ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ∂f/∂y. എന്ന് പറഞ്ഞാൽ 1/√2g ഇൻറ്റു y. ഡിവൈഡഡ് ബൈ √y ഇൻറ്റു 1 + y². അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം, d/dx ഓഫ് ∂f/∂y. കാണണം. സോ d/dx ഓഫ് ∂f/∂y. എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, 1/√2g എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്. ദെൻ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോഷ്യൻ്റ് റൂൾ, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് റൂളും കൂടി വരും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഡെറിവേഷൻ ഇൻറ്റഗ്രേഷനൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 1/√2g എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ദെൻ ബാക്കി എന്താ, ആദ്യം ഡിനോമിനേറ്റർ, അപ്പോൾ ഡിനോമിനേറ്റർ എഴുതി √y ഇൻറ്റു √1 + y² ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അവിടെ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് റൂളും കൂടി ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് + സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റും കൂടി അപ്ലൈ ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ എന്താണ്, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ √y സ്ക്വയർ y വരും. ദെൻ 1 + y² വരും. എന്നിട്ട് ഞാൻ അതിനൊന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 1/√2g ഓൾറെഡി ഉണ്ട് പുറത്ത്. ദെൻ ഇവിടെയുള്ള ഈ y ഡോട്ട് ഓക്കെ ഡിവൈഡഡ് ബൈ √y ഇൻറ്റു 1 + y². എന്ത് ചെയ്തു, ജസ്റ്റ് ഇതും കൂടി ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ചെയ്തു. ദെൻ മൈനസ് അടുത്ത ടേം -y.² ഓക്കെ y.² ദെൻ y ഡിവൈഡഡ് ബൈ √y ഇൻറ്റു 1 + y.3/2. അതായത് ഇവിടെ ഒരു 1/2ഉം പിന്നെ ഓൾറെഡി ഉള്ള 1 കൂടി 1 + 1/2 3/2 ആയിട്ട് മാറി. ദെൻ മൈനസ് y.²
ഡിവൈഡഡ് ബൈ 2y റേസ് ടു 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിലർ ലാഗ്രാഞ്ച് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ ടേംസും ആയി. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഡോ എഫ് ബൈ ഡോ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. മൈനസ് ഡി ബൈ ഡി എക്സ്, ഈ ടേം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ മൈനസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 2g ഇൻറ്റു y റേസ് ടു മൈനസ് 3/2 മൈനസ് 1/√2g. ആ മൈനസ്, അതായത് സിമ്പിൾ സൈന് ശ്രദ്ധിക്കുക. ദെൻ ബാക്കിയുള്ള ടേംസിന് എടുത്ത് എഴുതി y ഡബിൾ ഡോട്ട് ഡിവൈഡ് ബൈ റൂട്ട് y ഇൻറ്റു 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ, ദെൻ മൈനസ് y ഡോട്ട് സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡോട്ട് ഡിവൈഡ് ബൈ റൂട്ട് y ഇൻറ്റു 1 പ്ലസ് y ഡോട്ട് ഹോൾ റേസ് ടു 3/2, ദെൻ മൈനസ് y ഡോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2y റേസ് ടു 3/2 ഇൻറ്റു 1 റൂട്ട് ഓഫ് 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു 0. നമ്മൾ എന്ത് ചെയ്തു, ഓയിലർ ലാഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻസ്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിനെ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് ആക്കണമല്ലോ. അതായത് ഏത് പാത്താണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം ഒരു ഇക്വേഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു റൂട്ട് y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ ഇൻറ്റു റൂട്ട് 2g വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടേമിലുള്ള അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. കാരണം റൂട്ട് 2g പോവും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ റൂട്ട് വൈയിലുള്ള ഇതിലത്തെ ഒരു ടേം പോവും. അതേപോലെ തന്നെ ഇതും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് 1/2 ഇൻറ്റു 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ ഇൻറ്റു y ഇൻവേഴ്സ് മൈനസ് y ഡബിൾ ഡോട്ട് പ്ലസ് y ഡോട്ട് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു y ഡബിൾ ഡോട്ട്. ഈ y ഡബിൾ ഡോട്ട് എങ്ങനെ വന്നെന്ന് അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് y ഡോട്ട് y ഡബിൾ ഡോട്ട് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ചില ടെക്സ്റ്റിൽ y ഡബിൾ പ്രൈം വെച്ചിട്ട് കാണുമായിരിക്കും, പക്ഷെ നമ്മൾ ഗോൾഡ്സ്റ്റീനിൽ ഈ ഒരു നൊട്ടേഷനാണ്. അപ്പോൾ ഡി ബൈ ഡി ടി അല്ല എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ആണ് y ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്ലസ് y ഡോട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y ഈക്വൽ ടു 0. ഇനി അഗെയിൻ ഞാൻ എന്ത് ചെയ്തൊരു 2y ഇൻറ്റു 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ വെച്ചിട്ട് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്തു എല്ലാ ടേമും. സോ മൈനസ് 1/2 2 ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ y ഇൻവേഴ്സ് ഉണ്ട്, ഈ വൈയും y ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ഇനി ഞാനതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ -1 മൈനസ് 2y ഡോട്ട് സ്ക്വയർ മൈനസ് y ഡോട്ട് റേസ് ടു 4 മൈനസ് 2y ഇൻറ്റു y ഡബിൾ ഡോട്ട് മൈനസ് 2y ഇൻറ്റു y ഡബിൾ ഡോട്ട് ഇൻറ്റു y ഡോട്ട് സ്ക്വയർ പ്ലസ് 2y ഇൻറ്റു y ഡബിൾ ഡോട്ട് ഇൻറ്റു y ഡബിൾ ഡോട്ട് അതിൻ്റെ സ്ക്വയർ, y ഡബിൾ ഡോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് y ഡോട്ട് സ്ക്വയർ പ്ലസ് y ഡോട്ട് റേസ് ടു 4 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ഈ -1 മാത്രം, ബാക്കിയെല്ലാം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടി, -1 ദെൻ മൈനസ് y ഡോട്ട് സ്ക്വയർ മൈനസ് 2y ഇൻറ്റു y ഡബിൾ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി ഞാനിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2y ഇൻറ്റു y ഡബിൾ ഡോട്ട് പ്ലസ് y ഡോട്ട് ദി ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അതായത് നെഗറ്റീവ് സൈനിനെ ക്യാൻസൽ ചെയ്തു, കാരണം ഇവിടെ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ നമുക്കതിന് നെഗറ്റീവ് സൈൻ കളഞ്ഞിട്ട് എഴുതാം. ഇനി ഞാൻ ഇൻറ്റു y ഡോട്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇതിനെ. സോ എന്ത് വരും, y ഡോട്ട് ക്യൂബ് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വന്നിട്ട് പ്ലസ് 2y ഇൻറ്റു y ഡോട്ട് ഇൻറ്റു y ഡബിൾ ഡോട്ട് പ്ലസ് y ഡോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ, ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിന് എനിക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് y പ്ലസ് y ഇൻറ്റു y ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കാരണം ഈ ഒരു ടേമിനെ ഈ ടേമുകളെ ഞാൻ ഡെറിവേറ്റീവ് കാണുകയാണെങ്കിൽ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ y ഡോട്ട് കിട്ടും. ദെൻ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മളിതിനെ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് റീഅറേഞ്ച് ചെയ്തു. ഡി ബൈ ഡി എക്സ് ഓഫ് y പ്ലസ് y ഇൻറ്റു y ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേം കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഡെറിവേറ്റീവ് ഓഫ് സംതിങ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ്. അപ്പോൾ y പ്ലസ് y ഇൻറ്റു y ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു c1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, സോ എനിക്ക് എന്ത് കിട്ടി, y ഇൻറ്റു y ഡോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ c1 മൈനസ് y ആണ്. ഫ്രം ദിസ് y ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു
c1 minus y divided by y. So from that y dot ഇതിൻ്റെ എന്ത് വരും, സ്ക്വയർ റൂട്ട് വരും. സ്ക്വയർ റൂട്ട് ഓഫ് c1 മൈനസ് y ഡിവൈഡഡ് ബൈ y. സോ y ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, dy ബൈ dx ആയിരുന്നു. അപ്പോൾ dy ബൈ dx ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് c1 മൈനസ് y ഡിവൈഡ് ബൈ y എന്ന് വന്നു. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഇനി എന്ന് വെച്ചാൽ വൈൻ്റെയും എക്സിൻ്റെയും ടേംസ്. അപ്പം എനിക്ക് വേരിയബിൾ സെപ്പറബിൾ, അതായത് വൈനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, എക്സിനെ വേറെ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പം വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ചിട്ട് നമുക്കിതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, അതായത് വൈനൊക്കെ ഒരുമിച്ച് കൂടുന്നത് റൂട്ട് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് c1 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു dx. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് റൂട്ട് വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് c1 മൈനസ് വൈ ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ dx. അപ്പോൾ ഇൻറ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് എന്തുണ്ട്, c2, x പ്ലസ് c2. ഇക്വേഷൻ നമ്പർ 4 കൊടുക്കുക. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഈ ഒരു ഇൻറ്റഗ്രലിനെ സോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, y ഈസ് ഈക്വൽ ടു c1 സൈൻ സ്ക്വയർ തീറ്റ. പുട്ട് y ഈസ് ഈക്വൽ ടു c1 സൈൻ സ്ക്വയർ തീറ്റ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, അതായത് 0ൻ്റെയും π/2ൻ്റെയും ഇടയിലാണ് തീറ്റയുടെ വാല്യൂ കിടക്കുന്നത്. ഓക്കെ, സോ c1 ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു c1 ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു dy ആണ്. സോ y ഈസ് ഈക്വൽ ടു c1 സൈൻ സ്ക്വയർ തീറ്റ, ദെൻ dy ഈസ് ഈക്വൽ ടു c1 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ആൻഡ് ദെൻ ഈ ടേം എന്തായിട്ട് എഴുതാം, റൂട്ട് ഓഫ് y ബൈ c1 മൈനസ് y ഈസ് ഈക്വൽ ടു എന്താണ്, വൈയുടെ വാല്യൂ c1 സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ c1 മൈനസ് ഇവിടെ വൈയുടെ വാല്യൂ. അപ്പോൾ c1നെ നമ്മൾ പുറത്തേക്ക് എടുത്തെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ അത് കോസ് സ്ക്വയർ തീറ്റ ആണല്ലോ. അപ്പോൾ നമുക്കതിന് c1 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ദിസ് ഇസ് ടാൻ തീറ്റ. ഉള്ളിൽ ടാൻ സ്ക്വയർ തീറ്റ വരും, റൂട്ടല്ലേ, അപ്പം ടാൻ തീറ്റ എന്ന് വരും. c1 ക്യാൻസൽ ചെയ്യുകയും ചെയ്യും, അല്ല ഇതൊന്നും ക്യാൻസൽ ചെയ്തു. ദെൻ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ, അപ്പോൾ ഇവിടെ ടാൻ തീറ്റ വന്നു. സോ നമ്മുടെ ഈ ഒരു ദിസ് ടേം വിൽ ബിക്കം ടാൻ തീറ്റ. സോ നമ്മുടെ ഇക്വേഷൻ 4 എന്തായിട്ട് മാറി, ഇൻറ്റഗ്രൽ ടാൻ തീറ്റ. പിന്നെ ആരുണ്ട്, ഇവിടെ ഒരു dy കൂടെ ഉണ്ട്. അപ്പോൾ dy ആണ് എന്താ, c1 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, x പ്ലസ് c2 എന്ന് വന്നു. സോ ദാറ്റ് ഈസ് 2c1നെ പുറത്തേക്ക് എടുത്തു. 2c1 ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഈക്വൽ ടു എക്സ് പ്ലസ് തീറ്റ. അപ്പോൾ ഇവിടെ എങ്ങനെ സൈൻ സ്ക്വയർ തീറ്റ വന്നു, ഇവിടെ ടാൻ ആണ്. അപ്പോൾ സൈൻ ബൈ കോസ് വരും. ഇവിടെ എന്തുണ്ട്, സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റയാണ് വരിക. ഓക്കെ, ഇനി ഈ 2നെ എനിക്ക് ഉള്ളിലേക്ക് എടുത്ത് എഴുതാമല്ലോ. ഈ 2നെ ഉള്ളിലേക്ക് എടുത്ത് ഇവിടെ ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റന്, അതായത് 2 സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റന് 1 മൈനസ് കോസ് 2 തീറ്റ ഡി തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, c1 ഉള്ളിലേക്ക് കൊടുത്ത് ജസ്റ്റ് ഇൻറ്റഗ്രൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ c1 ഡി തീറ്റ വരും. അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ c1 തീറ്റ വരും. ദെൻ c1 ഇൻറ്റു കോസ് 2 തീറ്റ വരും. അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 2 തീറ്റ ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് c2. ഓക്കെ, സോ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. മൈനസ് c2 പ്ലസ് c1 തീറ്റ മൈനസ് c1 സൈൻ 2 തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു എക്സ്. അതായത് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൈക്കും ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, അതായത് y ഓഫ് തീറ്റ ഈക്വൽ ടു c1 സൈൻ സ്ക്വയർ തീറ്റ. സോ നമുക്ക് കിട്ടും y ഓഫ് തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു c1 1 മൈനസ് കോസ് 2 തീറ്റ. സോ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയത്, എക്സ് ഓഫ് തീറ്റയും കിട്ടി, y ഓഫ് തീറ്റയും കിട്ടി. അപ്പോൾ ഈ 5ഉം 6ഉം ഒരു സൈക്ലോയിഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈക്ലോയിഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ വീല് കറങ്ങണ കണ്ടിട്ടില്ലേ, അതെന്താണ്, സ്വയം കറങ്ങണുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പാത്തിനെയാണ് നമ്മൾ സൈക്ലോയിഡ് പാത്ത് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്തായിരിക്കും നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫിഗറിൽ വരിക. കണ്ടോ, ഇവിടെ വരിക ഒരു എന്താ പറയുക, സൈക്ലോയിഡ് പാത്താണ് വരിക. ഇങ്ങനെയുള്ളൊരു പാത്താണ് വരുന്നത്. അപ്പോഴാണ് ഷോർട്ടസ്റ്റ് ടൈമിനകത്ത് ഫ്രം 1 to 2 എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ ഇതാണ് ആ ഒരു പാത്ത് വരിക, സൈക്ലോയിഡ് മോഷൻ. സൈക്ലോയിഡ് പാത്താണ് നമുക്ക് കിട്ടുന്നത്.